അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സമാജ ഇഷ്ടജനങ്ങൾ, പ്രശിഷ്യ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് മരണപ്പെട്ട ജാമിഅ ഉസ്താദ് ആലിക്കുടി ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവർ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. അവരെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്, വിശദീകരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എല്ലാം അത് അള്ളാഹുവിനുള്ളതാകുന്നു. ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഭാഗങ്ങളും അത് അള്ളാഹുവിനാണ്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞാനുമാകുന്നു, എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഐ വുജൂഹക്കും ഫിസ്സലാത്തി ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ വജ്ഹുകൾ എവിടെയാണെങ്കിലും ആ ഭാഗങ്ങളിലേക്ക്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഐ അൽ അർദു കുല്ലുഹ, ഭൂമി മുഴുവൻ. ലന്നഹുമാ നാഹിയതാഹ, ഭൂമിയുടെ രണ്ട് അതിരുകളാണ് കിഴക്കും പടിഞ്ഞാറും. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും ശരി, ഫൈനമാ തവല്ലു, നിങ്ങൾ തിരിഞ്ഞ് എവിടെ നിന്നാണെങ്കിൽ വുജൂഹക്കും ഫിസ്സലാത്തി, കാര്യത്തിൽ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് ഫസമ്മ വജ്ഹുല്ലാഹി ഹുനാക വജ്ഹുല്ലാഹി ഖിബ്ലത്തുഹു അല്ലതി റദിഹ, നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ വജ്ഹ് അവിടെയുണ്ട്. അപ്പോൾ ഒരു ഭാഗം മാത്രമല്ല, ഏത് ഭാഗത്തും, ഭൂമി മുഴുവനും, ആകാശഭൂമി മുഴുവനൊക്കെയും അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ, അള്ളാഹു വിശാലമായതാണ്. യസ്അഉ ഫളഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഔദാര്യം, ഫളൽ വിശാലമായതാണ്. അലീമുൻ ബി തദ്ബീരി ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളെ പരിപാലനം കൊണ്ട് അവൻ അറിയുന്നവരുമാകുന്നു. അപ്പോൾ അള്ളാഹുവിന് ഏതെങ്കിലും ഒരു ഭാഗം ഗോപ്യമാണ്, ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മളാരും വിശ്വസിക്കരുത്. ഏത് ഭാഗങ്ങളിലും, ഏത് സ്ഥലങ്ങളിലും, ഏത് അവസ്ഥയിലും അള്ളാഹു നിലവിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. വഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. വഖാലു, അവർ പറഞ്ഞു, ആര്? യഹൂദി നസാറാക്കൾ പറഞ്ഞു, അള്ളാഹുവിന് പെൺമക്കൾ കുട്ടികളായിട്ടുണ്ട്, മലക്കുകൾ അള്ളാഹുവിന് പെൺമക്കളാണ് എന്നൊരു വാദം അവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ വഖാലു, അവർ പറഞ്ഞു, ആരാ? യഹൂദന്മാരും നസാറാക്കളും. എന്താ പറഞ്ഞത്? ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു, ഇത്തഖദല്ലാഹു വലദൻ, അവർ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. എന്നാൽ സുബ്ഹാന, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ, അവൻ പരിശുദ്ധനാണ്, അങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും അള്ളാഹുവിനക്ക് ഇല്ല. അവൻ പരിശുദ്ധനാണ്. ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, എന്ന് മാത്രമല്ല ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവൻ്റേതാകുന്നു.
അവന് അങ്ങനെ സന്താനങ്ങളില്ല. പിന്നെയോ അവനുള്ളതെല്ലാം അള്ളാഹുവിന് മാഫിസ്സമാവാതി വൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ്. കുല്ലുൻ ലഹു ഖാനിത്തൂൻ, അവരെല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു, വഴിപ്പെടേണ്ടവരാകുന്നു, കീഴ്പ്പെട്ടവരാകുന്നു. അതാണ് അവസ്ഥ. യഹൂദന്മാരും ക്രിസ്ത്യാനികളും നസാറാക്കളും പറഞ്ഞത് എന്താ? അള്ളാഹുവിന് ആൺമക്കളുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൈവപുത്രനാട് കണക്കാക്കുന്നുണ്ട് അവർ. പക്ഷെ അത് പാടില്ല. ഇസ്ലാമിൽ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരുമാകുന്നു. മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ അള്ളാഹുവിന് പുത്രനോ പുത്രിമാരോ ഇല്ല. അതാണ് അവസ്ഥ. കുല്ലു ലഹു കാനിത്തു, അവർക്ക് അള്ളാഹു ബൽ ലഹു മാഫി സമാവാതി വലദി മിൽക്കൻ വ ഖൽക്കൻ വ അബീദൻ, ഉടമസ്ഥനാലും സൃഷ്ടിപ്പിനാലും അടിമകളാലും എന്ന് പറഞ്ഞാൽ സർവ്വതും അത് അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പോ മലക്കുകൾ അള്ളാഹുവിൻ്റെ കുട്ടികളാണെന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. കുല്ലു ലഹു ഖാനിത്തൂൻ മുത്തീഊന കുല്ലു മാ യുറാദു ബി മിൻഹു. അപ്പോൾ എല്ലാവരും ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് വഴിപ്പെടുന്നവരാകുന്നു. വഴിപ്പെടാതിരിക്കാൻ ആർക്കുമേ സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അള്ളാഹുവിന് എന്തില്ല? സന്താനങ്ങളില്ല. അതോടെ ആകാശഭൂമികളിലുള്ള ഉടമസ്ഥനായാലും അതുപോലെ സൃഷ്ടിപ്പിനാലും അബീദൻ അടിമകൾ എന്നെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് ഉള്ളത് മാത്രമാണ് ഇവയൊക്കെയും. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാകുന്നു. بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. بديع السماوات والأرض, ആകാശഭൂമികളിലുള്ളതെല്ലാം, ആകാശഭൂമികളെയും ആകാശങ്ങളെയും ഭൂമികളെയും ബദിഉൽ സമാവാത്ത്, അതിനെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു. മുൻപ് എന്തെങ്കിലും ഒരു സൃഷ്ടിച്ചതിൻ്റെ അതിൻ്റെ മാതൃക അനുസരിച്ച് സൃഷ്ടിക്കുന്നവനാണോ? അല്ല, മാതൃക ഇല്ലാതെ സൃഷ്ടിക്കുന്നവനാകുന്നു. ബദിഉൽ സമാവാതി വല്ലദി വഇദാ ഖളാ അംറൻ, അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, കുൻ എന്നവൻ പറയും, ഫയകൂൻ അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം ഉദ്ദേശിച്ചാലും കുൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഉദ്ദേശിച്ചതുപോലെ ഉണ്ടാകും. ബദിഉൽ സമാവാതി വൽ അർദ്, ഏതൊരു കാര്യവും എല്ലാ ആകാശഭൂമികളെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദാഹരണമില്ലാതെ അഥവാ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു. വൈദാ ഖളാ അറാദ അംറൻ, ഏതെങ്കിലും ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ, ഈജാദിഹി അത് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, ഫഇന്നമാ യഖൂലു ലഹു കുൻ എന്നവൻ പറയും, യകൂൻ അത് ഉണ്ടാക്കും, ഫയകൂൻ വഫീ ഖിറ. അപ്പോൾ അള്ളാഹുവിന് എത്ര മാത്രമേ ഉള്ളൂ? കുൻ എന്ന് പറഞ്ഞാൽ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൃഷ്ടിപ്പ് പൂർണ്ണമായി കൊണ്ട് നിറവേറ്റപ്പെടും, നടത്തപ്പെടും. അപ്പം അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് വേണ്ടത് എന്താണ്? ഏക ഇലാഹായ റബ്ബ്, ആരാധനയ്ക്കർഹനായവൻ, രൂപങ്ങളില്ലാത്തവൻ, മറ്റൊന്നിനോടും സാദൃശ്യമില്ലാത്തവൻ, എല്ലാ ഭാഗങ്ങളിലും ഉള്ളവൻ, ആകാശഭൂമിയെ ഒരു മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ, അവന് സന്താനങ്ങളില്ല. അപ്പോൾ എല്ലാ നിലയിലും വ്യത്യസ്തനായ സൃഷ്ടാവാണ് നമ്മുടെ സൃഷ്ടാവ്. അതിലെന്തില്ല? രൂപങ്ങളില്ല, ഭാവങ്ങളില്ല. ആ സൃഷ്ടാവിനൊരു രൂപം കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ എല്ലാ നിലയിലും പരിശുദ്ധനാക്കുകയും ഏക ഇലാഹായ റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്യുക. അതാണ് നമ്മളുടെയൊക്കെയും വിശ്വാസത്തിൽ രൂഢമൂലമായ രീതിയിൽ വിശ്വാസം ദൃഢീകരിക്കുന്ന
അത്തരം കാര്യങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്. അല്ലാതെ രൂപങ്ങൾക്ക് ആരാധന നടത്താൻ പാടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം അചഞ്ചലമായിരിക്കണം. പൂർവദേശങ്ങളും പാശ്ചാത്യ രാജ്യവും ഭേദമില്ലല്ലാഹു രക്ഷിപ്പതൊന്നുപോൽ. ഏതൊരു ദിക്കിൽ നീ കൺകോണയയ്ക്കലും ദൈവസാന്നിധ്യം പ്രകർഷമായി കണ്ടിടാം. ദീർഘദൃക്കാണവൻ സർവവിജ്ഞാനവും ദൈവത്തിൽ നിന്നു തീർന്നിടുന്നു മർത്യരെ. ദൈവത്തിനുണ്ടായി സന്താനമെന്നിത ക്രിസ്തുവിശ്വാസികൾ ഘോഷിപ്പു കേൾക്കുവിൻ. മായയ്ക്കതീതനാണ് അല്ലാഹു ഓർക്കണം. ഭാര്യപുത്രാദികൾ ദൈവത്തിനില്ലടോ. ഭൂവിലും ദ്യോവിലും കാണുന്നതൊക്കെയും ദൈവം നിയന്ത്രണം ചെയ്യുന്ന നാരദം. ലോകൈകനാഥന്റെ യാജ്ഞയ്ക്കധീനരായി മേവുന്നു ഭൂമിയിൽ കാണും ചരാചരം. ആകാശഭൂമികൾ സൃഷ്ടിച്ച രക്ഷകനാകാത്തതയുണ്ടുള്ളു ചിന്തിക്ക മാനവ. അല്ലാഹു ആജ്ഞകൾ നൽകുന്ന മാത്രയിൽ ഇച്ഛ പോൽ സംഭവിച്ചിടുന്നു സർവവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരു ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ, സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി ഈ ലോകത്തും പരലോകത്തും സത്യവിശ്വാസികളോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ഇഷ്ടജനങ്ങൾ, സഹോദരി, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, ഉറ്റവരോട് സംഘടനാ നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് വിട പറഞ്ഞ അരിക്കുട്ടി ഉസ്താദ് മഹാനവറുകൾക്കും അല്ലാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കൊക്കെ കാവലും കരുണയും നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായും ഓർമ്മ ബുദ്ധിയും കൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ, സ്വാലിഹ്യങ്ങളായ അതബുള്ള മര്യാദയുള്ള മക്കളായിട്ട് അല്ലാഹു വളർത്തട്ടെ. അക്ബൂലും അവറുമായ ഹജ്ജും സിയാറത്തും കുടുംബസമേതം നമ്മൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാവുന്ന ദിവസം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് കുടുംബത്തിനടുത്ത് വെച്ചുകൊണ്ട് സമാധാനമായി സന്തോഷമായി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയം മദീനയിലെത്തുവാനും മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖീയിൽ ഖബറടങ്ങാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.